ഹരേ കൃഷ്ണ. എല്ലാ ദേവി ഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം. നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വൈഷ്ണവ അംശജാതനായ വ്യാസ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദേവി ഭാഗവതത്തിലേക്ക് നമുക്ക് കടക്കാം. മധുകൈടവന്മാർ യുദ്ധത്തിനായിട്ട് ബ്രഹ്മാവിനെ സമീപിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ മധുകൈടവന്മാരെ ഭയന്ന് ബ്രഹ്മാവ് എന്ത് ചെയ്യണമെന്നറിയാതെ, അവരാണെങ്കിലോ മധുകൈടവന്മാർ യുദ്ധക്കൊതി മൂത്ത് നിൽക്കുകയാണ്. ഇവരെ ഒഴിവാക്കുവാൻ എന്താണ് വഴിയെന്ന് വിധിക്ക് മനസ്സിലായില്ല. അവരുടെ ശരീരബലത്തെ പറ്റി ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞും കൂടാ. അവരുടെ ബലം അറിയാതെ യുദ്ധം ചെയ്യുന്നത് ഒട്ടും ശോഭനമായി തീരത്തുമില്ല. ഇവരെ വളരെയധികം സന്തോഷിപ്പിച്ച് സ്തുതിച്ച് എല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിലോ അത് എൻ്റെ ദുർബലതയെ സൂചിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിന് ശക്തിയും കുറവാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാതെയായി. സാമം, ദാനം, ഭേദം ഇതൊന്നും ഇവരിൽ വിലപ്പോവുമെന്ന് തോന്നുന്നുമില്ല. ശേഷപര്യങ്കത്തിൽ പള്ളി കൊള്ളുന്ന ആ മഹാവിഷ്ണുവിനെ ഉണർത്തുക മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് മനസ്സിൽ നിശ്ചയിച്ചു കൊണ്ട് ബ്രഹ്മാവ് നേരെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോഴോ ഭഗവാൻ നിദ്രയിലായിരുന്നു. ലക്ഷ്മീകാന്തനെ ഉണർത്താൻ ബ്രഹ്മാവ് സ്തുതി ആരംഭിച്ചു. പുണ്യശ്രവണ കീർത്തന സർവജ്ഞ ലോകൈക നായക, ജഗത്തിനു മുഴുവൻ കാരണാഭൂതനായിരിക്കുന്ന അല്ലയോ മഹാവിഷ്ണു, നിദ്രയിൽ നിന്ന് ഉണർന്നാലും മതോന്മത്തരായ ഈ അസുരന്മാർ എന്നെ വധിക്കാനുള്ള ശ്രമത്തിലാണ്. ദുഃഖിതനായി അങ്ങയെ ശരണം പ്രാപിച്ചു വന്ന എന്നെ പരിപാലിച്ചില്ലെങ്കിലോ? പരിപാലിക്കുന്നവൻ ഹരി എന്ന പേര് വ്യർത്ഥമായി പോകും. നിദ്രാദേവിക്ക് വശംവദനായ ശ്രീഹരി ഈ സ്തുതിച്ചതൊന്നും അറിഞ്ഞതേയില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പത്മജൻ വലഞ്ഞു. ഒടുവിലോ തീർച്ചയാക്കി എല്ലാവർക്കും പരാശക്തി തന്നെ അവലംബ ആണല്ലോ. ദേവിയുടെ വിഭൂതിയായ നിദ്രാദേവിയെ ബ്രഹ്മാവ് സ്തുതിക്കുവാൻ തുടങ്ങി. അമ്മേ, വിഷ്ണു ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. മരിച്ചവർ ശബ്ദാദി ഗുണങ്ങളെ അറിയുന്നില്ല. ആ അവസ്ഥയിലാണിപ്പോൾ ഹരി കിടക്കുന്നത്. എൻ്റെ കൊണ്ടൊന്നും മഹാവിഷ്ണു ഉണരുന്നതേയില്ല. ആ ഈശ്വരനും അവിടത്തേക്കും അധീനനാണെന്ന് എനിക്ക് ബോധ്യമായി. ലക്ഷ്മീപ്രിയനായ ശ്രീഹരി കൂടി അവൾക്ക് വശകയാണെന്ന് മനസ്സിലായപ്പോൾ ഇവൾ തന്നെയാണ് ഈ ലോകത്തിലുള്ളവർക്കെല്ലാം ശരണമെന്നെനിക്ക് ബോധ്യമായി കഴിഞ്ഞു. അവിടുത്തെ ലീലാവിലാസങ്ങൾ ആർക്കും അറിയാൻ സാധ്യമല്ല കേട്ടോ. അവിടുത്തെ മോഹവലയത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഹരി. അവിടുന്ന് വിശ്വമാതാവല്ലേ? നീ തന്നെയാണ് ഈ ജഗത്തിന്റെ പല രൂപങ്ങളിലായി വിലസുന്നത്. ബുദ്ധി, ക്ഷമ, ശ്രദ്ധ, രതി ഇതെല്ലാം നീ തന്നെയാണ്. ദേവന്മാർക്ക് സുഖം കൊടുക്കുന്നതും ഈ ജഗത്തിന് മുഴുവൻ കാന്തി കൊടുക്കുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. ഈ ഹരി പോലും ഇവിടെ ഇപ്രകാരമായ അവശനായി കിടക്കുന്നത് ആ വാക്കുകളെ സത്യമാക്കാനല്ലേ? വേദം അറിയുന്നവർക്ക് നീ അപ്രാപ്യയാണ്. വേദങ്ങൾക്കും
ആധാരം നീ തന്നെയാണ്. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ പേരായ സ്വാഹ എന്ന് പറഞ്ഞല്ലേ ആഹുതി ചെയ്യുന്നത്. എനിക്കും വിഷ്ണുവിനും ശങ്കരനും എൻ്റെ പുത്രന്മാർക്കും നിന്റെ വൈഭവം ശരിക്കും അറിയില്ല. പൂർവകൽപ്പത്തിൽ എന്നെ രക്ഷിച്ചതുപോലെ ഈ അസുരന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എൻ്റെ വിഷമം വിഷ്ണു അറിയുന്നില്ല. നിദ്രാദേവിയുടെ താലോടൽ കാരണം ഒരനക്കവുമില്ലാതെ വടിപോലെ കിടക്കുകയാണ് വിഷ്ണു. ഈ കിടപ്പിൽ നിന്ന് ഹരിയെ വേഗം ഉണർത്തണം കേട്ടോ. അല്ലെങ്കിലോ ഈ ദൈത്യരെ നീ തന്നെ വധിക്കുക. അവിടുത്തെ വാഞ്ചിതം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ. നിന്റെ വൈഭവം അറിയാത്തവരെ വിഷ്ണുവിനെ ഭജിക്കുകയുള്ളൂ എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വിഷ്ണുവിൻ്റെ അനക്കമറ്റ കിടപ്പ് തന്നെ അതിന് പ്രമാണമല്ലേ. മഹാലക്ഷ്മിക്കും ഉണർത്താനാവാത്ത മട്ടിൽ അവിടുന്ന് ഹരിയെ അവശനാക്കി കിടത്തിരിക്കുകയാണ്. ലക്ഷ്മിയെയും അവിടുന്ന് ഉറക്കത്തിൽ പെടുത്തിയോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നീ കാമധേനുവാണ്. ജഗത്തിന് മുഴുവൻ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റു ദേവന്മാരെ ഭജിക്കാതെ അവിടത്തെ സകല സ്വരൂപത്തെ തന്നെ ധ്യാനിക്കുന്നവർ തന്നെ ധന്യരാണ്. കീർത്തി, കാന്തി, ശുഭവൃദ്ധി തുടങ്ങിയ അവിടുത്തെ ഗുണങ്ങളൊക്കെ വിഷ്ണുവിൽ നിന്നും വേർപെട്ടു പോയോന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ നിദ്ര എന്ന ശക്തി വിശേഷം കൊണ്ട് വിഷ്ണുവിനെ ബന്ധനസ്ഥനാക്കിയോ? അവിടുത്തെ സങ്കല്പത്തിൽ നിന്നാണല്ലോ 3 ലോകവും ഉണ്ടായത്. അവിടുത്തെ നിയന്ത്രണം കൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ ഓരോ വേഷവും കെട്ടി ആടുന്നത്. ആദ്യം നീ വിഷ്ണുവിനെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ വേണ്ട എല്ലാ ശക്തിയും കൊടുത്തു. ആ വിഷ്ണുവാണ് ഇവിടെ അവശനായി കിടക്കുന്നത്. സൃഷ്ടിച്ചു കൊല്ലുവാനല്ല അവിടുത്തെ ഇച്ഛയെങ്കിൽ കരുണയോടെ വേണ്ടത് എന്താണെന്ന് ആലോചിച്ചു ചെയ്താലും. അമ്മയുടെ കൈകൊണ്ട് മരിക്കുവാൻ എനിക്ക് ഭയമില്ല. പക്ഷേ ദൈത്യന്മാരാൽ വധിക്കപ്പെട്ട് എനിക്ക് അപഹാസ്യനാക്കരുത് എന്നെ. അമ്മേ പരാശക്തി, അവിടുന്ന് വിശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട എന്നെ വധിച്ചുകൊള്ളൂ. അല്ലെങ്കിലോ ദൈത്യന്മാരെ വധിക്കാതെ, അല്ലെങ്കിൽ വിഷ്ണുവിനെ ഉണർത്തുക. എല്ലാം അവിടത്തേക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഞാൻ. അമ്മയ്ക്ക് സുസാധ്യതമായിട്ട് ഒന്നുമില്ല. സൂതൻ ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ദേവി വിഷ്ണു ദേഹത്തിൽ നിന്നും മാറി അവരുടെ അടുത്തായി വന്നു നിന്നു. എല്ലാ തരത്തിലും വിഷ്ണു പൂർവാധികം തേജസ്വിയായിട്ട് ഉണർന്നെഴുന്നേറ്റു. വിഷ്ണു ഉണരുന്നത് കണ്ട് ബ്രഹ്മാവ് അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് വിഷ്ണുവിൻ്റെ പ്രബോധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഓം ശ്രീ മഹാദേവിയേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.